നമ്മുടെ ഫാമിലി ഒരു കല്യാണം വരിക എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷം പിന്നെ വേറെ ഒന്നും കിട്ടാനില്ല അല്ലേ. പ്രത്യേകിച്ച് നമ്മളെ കസിൻ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ കല്യാണമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒരു ആവേശവും സന്തോഷമൊക്കെ ഒന്ന് കൂടുകയേ ചെയ്യത്തുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഒരു കല്യാണം കൂടാൻ പോണത് കേട്ടോ. അത് എൻ്റെ ഫാമിലിയിലെ കല്യാണം തന്നെ ആയതുകൊണ്ടുള്ള സന്തോഷം എനിക്ക് ഇരട്ടിയുണ്ട് കേട്ടോ. അപ്പം കല്യാണം എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണമായിരുന്നു. അപ്പം രാവിലെ തന്നെ നമ്മൾ റിലേറ്റീവ്സ് എല്ലാവരും അവരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കല്യാണം നടക്കുന്നത് വീട്ടിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിലാണുള്ളത്. കല്യാണ വീടും ഓഡിറ്റോറിയം നമ്മൾ അത്ര വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, അടുത്തടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും റിലേറ്റീവ്മാരും അപ്പന്മാരും അമ്മായിമാരും എന്താണ് കസിൻ പിള്ളേഴ്സും എല്ലാവരും ഒരേ രാവിലെ തൊട്ടേ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും സഹകരണങ്ങളോട് കൂടിയിട്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ടെമ്പിളിൽ അമ്പലത്തിലേക്കുള്ള പോകാനായി കാണുന്നത്. അമ്പലത്തിലേക്ക് പോകുമ്പോൾ കല്യാണ പെണ്ണ് ഓൾറെഡി വണ്ടിയിൽ പോയി. ഇതൊക്കെ കസിൻ എൻ്റെ അനിയത്തിമാർക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിള്ളേർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും വ്ളോഗിൽ വരാൻ താല്പര്യമില്ല, എൻ്റെ ഫേസ് കാണിക്കാൻ പാടില്ല എന്നൊക്കെ. ഞാൻ നോക്കുമ്പോൾ എല്ലാ വീഡിയോസിലും അവരുടെ ഫേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഉൾപ്പെട്ടതുകൊണ്ട് എല്ലാ വീഡിയോസും എനിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തൊട്ട് എന്താ പറയുക, ഒരു 2-3 മാസമായിട്ട് ഇതിൻ്റെ പിറകെ തന്നെയായിരുന്നു. ഏത് ഡ്രസ്സ് ഇടണം, ഏത് കോസ്റ്റ്യൂം ഇടണം, എങ്ങനെയൊക്കെ വൈബ് കളറാക്കണം, എന്താണ് മൊത്തത്തിലൊരു അടിപൊളി എങ്ങനെയൊക്കെ ആണെന്നുള്ളതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടി പ്രത്യേകതരം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, പ്ലാനിങ് നടത്തുന്നു, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക തകരാറ് മൂലം ചില സമയക്കുറവ് മൂലമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ തലേന്നായിരുന്നു റിസപ്ഷൻ. കല്യാണ പെണ്ണ് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരുപാട് തളർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവസാനം നാട്ടുകാരും കാര്യങ്ങളൊക്കെ വിരുന്നാറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടുള്ളൊരു ടൈം ഉണ്ടാവുമല്ലോ തലേന്ന് രാത്രിക്ക്. അപ്പോൾ അവരുടെ മുന്നിലെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അവസാനത്തെ ഒരു തീരുമാനം. ഇതൊക്കെ നമ്മളുടെ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സമയക്കുറവ് മൂലം തിരക്ക് കാരണം നമുക്കതൊന്നും കളിക്കാമെന്നും പറ്റിയില്ല. അവസാനം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ മുന്നിൽ മാത്രം ഇതുപോലെ കുറച്ച് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നടത്തി കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിയുക, ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ഒരുമിച്ച് സംസാരിച്ചിരിക്കുക, തമാശ പറയുക, കഥ പറയുക. ഇതൊക്കെയാണ് ഒരു പ്രത്യേകപരമായിട്ടുള്ളൊരു സന്തോഷം, എടുത്തു പറയാനുള്ളൊരു സന്തോഷം എന്നൊക്കെ പറയണത് അല്ലേ. അപ്പം അങ്ങനെ പിള്ളേരും അനിയത്തിമാരും അനിയന്മാരും എല്ലാവരും കൂടി ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് മടങ്ങിയാണ് കേട്ടോ. അപ്പോൾ പെണ്ണിനിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ ഓഡിറ്റോറിയം വീടും അടുത്തടുത്തായതുകൊണ്ട് തന്നെ പോയി വരാനുള്ള അത്ര വലിയ വിഷമവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവരും രാത്രി കിടന്നുറങ്ങി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അറിയാം ഒരാൾ അധികം കൂടുന്ന സമയത്ത് നമുക്കൊരിക്കലും അങ്ങനെയൊക്കെ അത് പെട്ടെന്ന് കിടന്നുറങ്ങുക എന്നുള്ളതൊന്നും നടക്കാത്ത കാര്യമാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ നമ്മുടെ കല്യാണ പെണ്ണ് ഇവിടെ റെഡിയായി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിയാകുമ്പോഴേക്കും ഇതുപോലെ നമ്മുടെ മേക്കപ്പൊക്കെ ചെയ്ത് ബ്യൂട്ടീഷ്യനൊക്കെ വന്ന് മേക്കപ്പൊക്കെ ചെയ്ത് കല്യാണ പെണ്ണിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഓരോരുത്തരായി ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം അനിയത്തിയും അനിയനും ഒക്കെയാണ് കേട്ടോ. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോട് കൂടിയിട്ടാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിന്നത്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഒരു ബനാറസ് സിൽക്ക് സാരി ആയിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്തൊക്കെയൊക്കെയോ ഒരു അപാകതകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമില്ല. കുറേ വർഷത്തിന് ശേഷമാണ് ഞാൻ സാരിയൊക്കെ എടുക്കണത് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ കല്യാണ പെണ്ണും കസിൻസും എല്ലാവരുമായിട്ടുള്ള ഫോട്ടോസ്, സെൽഫീസ്, വീഡിയോസ്, റീൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ദിവസം അങ്ങനെ അങ്ങ് അടിപൊളിയാക്കി നിന്നു. പിന്നെ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ കല്യാണ പെണ്ണിനേക്കാളും ഒരുങ്ങിയാലും തൃപ്തിയാകാത്തതും ഒരുപാട് ടൈം എടുക്കുന്നതും ചിലപ്പോൾ നമ്മളെപ്പോലെ അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കും അല്ലേ. പ്രത്യേകിച്ച് കസിൻസും ആൻറ്റിമാരൊക്കെ ആയിരിക്കും ഒരുക്കത്തിൽ കുറച്ചുകൂടി ടൈമും കാര്യങ്ങളൊക്കെ എടുക്കണത് കേട്ടോ. എന്തായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര സഹകരണത്തോട് കൂടിയിട്ട് കോസ്റ്റ്യൂമൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം കല്യാണ പെണ്ണിനെ നമ്മുടെ അനിയത്തിമാരൊക്കെ കൂടി താലപ്പൊലിയൊക്കെ എടുത്ത് സ്റ്റേജിലോട്ട് സ്വീകരിക്കുകയാണ്. ഇനി നമുക്ക്
Hah? Hah?